ഹായ്! ഇന്നലെ ഒരു കല്യാണത്തിന് പോയ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ വീടിനടുത്ത് തന്നെ ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണം റിസപ്ഷനും എല്ലാം ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കല്യാണ വീട്ടിലേക്ക് പോകാതെ നടന്നു പോകാനേ ദൂരമുള്ളൂ. അപ്പോൾ എന്നെ കാത്തതാ എൻ്റെ ഫ്രണ്ട് സൗമ്യയും പിള്ളേരും ഇതാ കല്യാണ വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് കല്യാണ വീട്. പഴയൊരു തറവാടാണ് കേട്ടോ. കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഫോട്ടോ ഇതാ. പിന്നെ കല്യാണ വീട്ടിൽ ആരെയും കാണാത്തത് എല്ലാവരും ചെക്കൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ പെണ്ണിനെ കൊണ്ടുവരാൻ. ഇതാണ് നമ്മുടെ പിള്ളേർ, സൗമ്യൻ്റെ പിള്ളേർ, കാന്താരികൾ, രണ്ട് കാന്താരികൾ, അമ്മയും മക്കളും നല്ല ഫോട്ടോ എടുക്കലാണ് കേട്ടോ. വീഡിയോ ആണേ. ഓക്കെ, ഇതാണ് കേട്ടോ കല്യാണ വീട്. കല്യാണ വീട് ഒരു പഴയ വീടാണ് കേട്ടോ, പഴയ ഒരു തറവാട് വീട്. പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പഴയ തറവാട് വീടുകൾ കാണുന്നത്. പക്ഷെ മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ആകെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ റിസപ്ഷൻ അല്ലേ, അപ്പോൾ മൊത്തത്തിൽ ലൈറ്റാണ്. ഇവിടെ ആരും കാണാത്തത് ചെക്കൻ പെണ്ണിനെ കൊണ്ടുവരാൻ പോയി കേട്ടോ. അതായത് പുയ്യാപ്പിള പോയിട്ടുണ്ട്. എല്ലാവരും പുയ്യാപ്പിളേൻ്റെ കൂടെ പോയി. ഞങ്ങളൊന്നും പോയിട്ടില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും പോയിട്ടില്ല. ഞാൻ സമയം പിള്ളേരൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചോറിനാൻ പോവാണ് കേട്ടോ. സമയം 1:05. അധികം ആൾക്കാരില്ലാത്തതിനോട് വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പോകും. ഇപ്പം ഞങ്ങൾ നേരെ ഭക്ഷണപ്പന്തലിലേക്ക് പോവാണ് കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, അടിപൊളി ഭക്ഷണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ പുയ്യാപ്പിള അതാ വരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ വിശ്രമിക്കുകയാണ് കേട്ടോ. ചെക്കനും പെണ്ണും വരുന്നുണ്ട്. അപ്പോൾ അവരെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പ്രസാദേട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഇതാ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുള്ള വിശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ചെക്കനും പെണ്ണും എത്തിയിട്ടോ. ചെക്കനും പെണ്ണിനെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. പിന്നെ റിസപ്ഷൻ അല്ലേ, അപ്പോൾ രാത്രി വരാമെന്ന് എഴുതിയിട്ട് വേഗം ചെക്കനെയും പെണ്ണിനെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ചെക്കൻ്റെ കാറിൻ്റെ പൂവൊക്കെ എടുത്തിട്ട് ഒരാൾ എൻ്റെ കൂടെ പോയിരുന്നു. ചെക്കനും പെണ്ണ് വന്നപ്പോൾ ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഉച്ച വരത്തെ പരിപാടി ഇതേ ഉള്ളൂ. അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ വീട്ടിലേക്ക് കയറുന്ന കണ്ടതാ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ അതാ രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ. റിസപ്ഷൻ അല്ലേ, അപ്പോൾ എന്നെ കാത്ത് സൗമ്യം പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെ കേട്ടോ ഞാൻ പോകുന്നത്. പിന്നെ പ്രസാദേട്ടൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ കല്യാണ വീട്ടിലേക്ക്. അപ്പോൾ നേരെ കല്യാണ വീട്ടിലേക്ക്. കല്യാണത്തിനതാ എൻ്റെ ഫ്രണ്ട് സൗമ്യയും പിള്ളേരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കല്യാണ പന്തലിലെത്തിയിട്ടോ. ഈ കാണുന്ന പന്തൽ ഭക്ഷണത്തിൻ്റെ പന്തലാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ കല്യാണ പന്തലിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങോട്ട് അടുക്കാൻ കഴിയണ്ടേ, നിറയെ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് എഴുതിയതാ അടുത്തുള്ളവരോടൊക്കെ ആയിട്ട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, ഷിംന. പിന്നെ ഷിംനേൻ്റെ മോളാണ് ഇത്, വേദ. വേദ നന്നായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. പിന്നെ ഡാൻസൊക്കെ അറിയും, നല്ല കുട്ടിയാണ് കേട്ടോ. പിന്നെ കല്യാണ വീട്ടിലെ അടുക്കള ഭാഗത്ത് ഇവിടുത്തെ ചേച്ചിമാർ ചെറിയൊരു ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം കണ്ടിരുന്നു, കുറേ നേരം ചിരിച്ചു കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഞാൻ ഓരോരുത്തരെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയപ്പോൾ അവരൊക്കെ ക്യാമറ കാണുമ്പോഴേ ഓടി മാറുകയാണ് കേട്ടോ. പിന്നെ ഇവരെ കണ്ടോ, ഇതാണ് കേട്ടോ വിദ്യ. ഈ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അങ്ങ് തിരുവനന്തപുരത്തു നിന്ന് വന്നതാണ് കേട്ടോ, വിദ്യയും ഭർത്താവും മോളും. ഇതാണ് മോളെ പേര് ശിവരുദ്ര എന്നാണ് കേട്ടോ. അങ്ങനെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്രണ്ടിനെയും മോളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ. കൊല്ലത്തെ കല്യാണങ്ങളൊന്നുമില്ല, കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ കല്യാണ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. See you.